കഴിഞ്ഞ ദിവസം നടന്ന UDF യോഗം PM ശ്രീ പദ്ധതി ചർച്ച ചെയ്തിരുന്നു എന്നാണ് UDF കൺവീനർ അടൂർ പ്രകാശ് UDF യോഗത്തിന് ശേഷം പറഞ്ഞത്. വെറുതെ അദ്ദേഹം എന്തെങ്കിലും പറയുമോ? മാധ്യമപ്രവർത്തകർ ചോദിച്ചു ചർച്ച ചെയ്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിശദീകരിക്കാൻ തുടങ്ങുന്നത്. കേൾക്കാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. PM ശ്രീ വിഷയത്തിൽ ചർച്ചകൾ വന്നിരുന്നു. ആ ചർച്ചകളുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രത്തിൽ ഒപ്പിടുകയും ചെയ്തത് LDF ഗവൺമെൻറ് കാലഘട്ടത്തിലാണ്. LDF ഗവൺമെൻറ് കാലഘട്ടത്തിൽ അത് ചെയ്തപ്പോഴും അതിനുശേഷം വന്ന ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിശോധന നടത്തിക്കൊണ്ട് അത് എവിടെയൊക്കെയാണ് നടപ്പാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. വെറുതെ ചർച്ച ചെയ്യുക മാത്രമല്ല ചെയ്തത്, തീരുമാനങ്ങളും എടുത്തിരുന്നു. തീരുമാനങ്ങൾ വിശദീകരിച്ചിരുന്നു അടൂർ പ്രകാശ് UDF കൺവീനർ വാർത്താ സമ്മേളനത്തിൽ. അദ്ദേഹം പറഞ്ഞത് എല്ലാ തീരുമാനങ്ങളും എടുത്തു കഴിഞ്ഞു, പദ്ധതിയുമായി മുന്നോട്ട് പോകും. മുൻ സർക്കാരിൻ്റെ കാലത്ത് ഒപ്പിട്ടതുകൊണ്ട് പിന്മാറാൻ കഴിയില്ല, മുന്നോട്ട് പോകാതിരിക്കാൻ കഴിയില്ല. ഫണ്ട് ലഭിക്കേണ്ടതുണ്ട്, ഫണ്ട് ലഭിക്കാൻ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടണം, മുന്നോട്ട് പോകണം പദ്ധതിയുമായി. ഏതൊക്കെ വിദ്യാലയങ്ങളിലാണ് PM ശ്രീ പദ്ധതി നടപ്പാക്കുക എന്ന കാര്യത്തിൽ മന്ത്രിസഭാ ഉപസമിതി തീരുമാനമെടുക്കും. ബുധനാഴ്ച മന്ത്രിസഭാ ഉപസമിതി യോഗം ചേരുന്നുണ്ട്, അടുത്ത ബുധനാഴ്ച യോഗം ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും തീരുമാനമെടുക്കുക എന്നാണ് പറഞ്ഞത് അടൂർ പ്രകാശ് വളരെ വ്യക്തമായും സ്പഷ്ടമായും വാർത്താ സമ്മേളനത്തിൽ. എന്നാൽ ഇന്ന് UDF നേതാക്കൾ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. അടൂർ പ്രകാശ് തന്നെ നിഷേധിച്ച രംഗത്ത് ഒന്നും വലിയ ചർച്ചയൊന്നും നടന്നിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. PK കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിന്റെ നേതാവ് പറഞ്ഞു അത്തരമൊരു വിഷയത്തിൽ ചർച്ചയേ നടന്നിട്ടില്ല, മന്ത്രിസഭ ഉപസമിതിയാണ് തീരുമാനമെടുക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. PK കുഞ്ഞാലിക്കുട്ടി അതും കേൾക്കാം. ഇന്നലെ UDF-ൽ PM ശ്രീ സംബന്ധിച്ച് യാതൊരുവിധ ചർച്ചയുണ്ടായില്ല. UDF ചർച്ച ചെയ്തു, ലീഗ് വേറെ അഭിപ്രായം പറഞ്ഞു, കോൺഗ്രസ് വേറെ അഭിപ്രായം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കുന്നത് അടിസ്ഥാനരഹിതമായൊരു വാർത്തയാണ്. ഇന്നലെ ചർച്ച ചെയ്തിട്ടില്ല, ഇന്നലെ അങ്ങനെ ഒരു അജണ്ട ഉണ്ടായിരുന്നില്ല. ആ വിഷയം ചർച്ച ചെയ്തിട്ടേ ഇല്ല. ഇന്നലെ മലക്കം മറിയുക എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് ഇവിടെ കാണുന്നത്. ഇന്നലെ പറഞ്ഞത് ഇന്ന് അടൂർ പ്രകാശ് നിഷേധിച്ചിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു നടന്നിട്ടില്ല എന്ന്. നടന്നു എന്നത് വസ്തുതയാണ്. പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോഴാണ് രണ്ട് UDF MPമാർക്ക്, ഒരാൾ കോൺഗ്രസ് നേതാവ് ജബി മേത്തർ, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ, മറ്റൊരാൾ മുസ്ലിം ലീഗ് നേതാവ് PV അബ്ദുൽ വഹാബ്, രണ്ടുപേർക്കും കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൗധരി നൽകിയ മറുപടി എന്തൊക്കെയാണ്? പിന്മാറാം കേരളത്തിന് ഇതുവരെയും ഒരു തുക പോലും നൽകിയിരുന്നില്ല. PM ശ്രീ പദ്ധതി നടപ്പാക്കിയാൽ നടപ്പാക്കുന്ന വിദ്യാലയങ്ങളിൽ കേന്ദ്ര സിലബസ് പഠിപ്പിക്കേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. എന്തൊക്കെയാണോ കഴിഞ്ഞ ദിവസങ്ങളിൽ UDF പറഞ്ഞത് അതിനൊക്കെ ഘടകവിരുദ്ധമായ നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴിതാ അവിടെ നിന്നും മലക്കം മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. UDF നിലപാടില്ലാത്ത ഒരു മുന്നണിയായി UDF മാറിയിരിക്കുന്നു എന്നർത്ഥം.